തിരുവനന്തപുരം SIT ഹോസ്പിറ്റലാണ്. കുട്ടിക്ക് മതിയായ ചികിത്സ ഹോസ്പിറ്റലിൽ ലഭിക്കുന്നില്ല. കാരണം ഇവിടെ നിന്ന് കളിച്ചും ചിരിച്ചും പോയ കുട്ടി അവിടെ ചെന്നതിന് ശേഷം നമ്മൾ നിവൃത്തിയില്ലാത്തവരല്ലേ. പിന്നെ നമുക്ക് പൊതിഞ്ഞ് കൈ തന്നതാണ് സാറേ നമുക്കറിയുന്നത്. ഞാൻ കാലി വീണിട്ട് പറഞ്ഞു, പൊന്നെ ഡോക്ടറെ എൻ്റെ കൊച്ചിനെ രക്ഷിക്കണേ ഡോക്ടറെ, ഞാൻ അച്ഛനില്ലാതെ വളർത്തുന്നില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. നമസ്കാരം. ഞങ്ങൾ ഏതാനും 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വാർത്ത ചെയ്തായിരുന്നു. ഈ മണനാക്ക് പാണൻ്റെ മുക്കിൽ വൈഷ്ണവി എന്ന 1 വയസ്സും 3 മാസമുള്ള കുട്ടി, അവർക്ക് ഒരു 3 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ വാർത്ത ചെയ്തായിരുന്നു. ഞങ്ങൾ അന്നിവിടെ വന്നപ്പോൾ ഒരു ആഹാരം പോലും കഴിക്കാതിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ആദ്യമായി കണ്ടത്. പിന്നെയും ഞങ്ങൾ സഹായമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും ഞങ്ങൾ വാർത്ത ചെയ്തു. അവർക്ക് അങ്ങനെ ഒരു സഹായമൊന്നും കിട്ടിയില്ല. പക്ഷേ ആ മോളിപ്പോൾ ഈ മണ്ണിൽ ഉറക്കമായി. ഇന്നലെ രാവിലെ ഈ പറയുന്ന കുട്ടിയുടെ അമ്മൂമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുട്ടി ഹോസ്പിറ്റലാണ്, SIT ഹോസ്പിറ്റലാണ്, തിരുവനന്തപുരം SIT ഹോസ്പിറ്റലാണ്. കുട്ടിക്ക് മതിയായ ചികിത്സ ഹോസ്പിറ്റലിൽ ലഭിക്കുന്നില്ല. കാരണം ഇവിടെ നിന്ന് കളിച്ചും ചിരിച്ചും പോയ കുട്ടി അവിടെ ചെന്നതിന് ശേഷം എന്താ പറയുക, പിന്നെ ബോധം വീണിട്ടില്ല കുട്ടിക്ക്. അപ്പം ഹോസ്പിറ്റലുകാരുടെ എന്തൊക്കെ വിഷയമാണ്, അവർ നോക്കുന്നില്ല. സാർ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ യാത്ര തിരിക്കുന്ന മുമ്പേ എനിക്കറിയാൻ കഴിഞ്ഞു കുട്ടി മരിച്ചു പോയത്. ഒരു കാശ് പോലും കയ്യില്ലാതെയാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ തന്നെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പലരുടെയും കാല് പിടിക്കേണ്ടി വന്നു. എല്ലാ ടെസ്റ്റുകളും ഇവർ കാശ് കൊടുത്താണ് ചെയ്തത്. അത് മാത്രമല്ല, സൗജന്യ മരുന്നിന് വേണ്ടി സൂപ്രണ്ടിൻ്റെ കാലിൽ പോയി പിടിക്കേണ്ട ഒരു അവസ്ഥ ഈ അമ്മയ്ക്ക് വന്നു. ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറുടെ കാലിൽ പിടിക്കേണ്ട അവസ്ഥ വന്നു. എന്നിട്ട് പോലും ഒരു കരുണ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഒടുവിൽ നിശ്ചലമായ വൈഷ്ണവിയുടെ ദേഹമാണ് ഇവർക്ക് ലഭിച്ചത്. അങ്ങനെ ഞങ്ങൾ കൊണ്ട് ഓടി എത്തി. അവിടെ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് OP കാണിക്കാൻ 29 തീയതി പോയി ചെന്നപ്പോൾ പിന്നെ OP ചെന്നപ്പോഴത്തേക്ക് മോക്ക് ഇങ്ങനെ വയ്യാത്തതെന്ന് ഞാൻ പറഞ്ഞു, സാറേ ഒരു OP ടിക്കറ്റ് തരണം, വയ്യ മോക്ക്. അപ്പോൾ അവർ പറഞ്ഞ് നെറ്റ് കിട്ടുന്നില്ല അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യട്ടെ സാറേ, അത് അപ്പുറത്ത് കാണിക്കണമെന്ന് പറഞ്ഞ്, സീരിയസ് ഉള്ളിടത്ത്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ കാണിക്കാൻ അവർ അനുവദിക്കില്ലല്ലോ സാറേ, അവർ ഇവിടെ നിന്ന് ഈ തുണ്ടെടുത്ത് OP കാണിക്കാനാണ് നമ്മൾ വരുമ്പോൾ പറഞ്ഞു. അല്ല, നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ മതി, SIT നിങ്ങളെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെ ഓടി കൊച്ചിനെയും കൊണ്ട് ഓടി ചെന്നപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നോക്കട്ടെന്ന് പറഞ്ഞാൽ കയറ്റി കൊച്ചിന് എന്തിനൊക്കെ ടെസ്റ്റുകളിനൊക്കെ എഴുതി തന്ന് അതൊക്കെ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണ് എല്ലാം ചെയ്തത്. ഒരു ടെസ്റ്റ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നില്ല. അവിടെ നിന്ന് എല്ലാം ഞങ്ങളെ കൊണ്ട് പൈസയൊക്കെ ആയിട്ടാണ് ബ്ലഡ് ടെസ്റ്റുകൾ കുറേ ചെയ്യിപ്പിച്ചവർ. ഇവരങ്ങനെ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പറഞ്ഞ് ഇവളെ ഇറക്കിയിട്ട് പറഞ്ഞ് അവൾക്കൊരു വലിയ സൂചി ഇടാണ്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇവളെ ഇറക്കിയിട്ട് സൂചി ഇട്ടിട്ട് പിന്നെ എൻ്റെ മോൾ ഉണർന്നിട്ടില്ല. പിന്നെ അങ്ങ് ICയിലോട്ട് കൊണ്ടുപോയി. IC കൊണ്ട് ചെന്ന് വെന്റിലേറ്ററിലോട്ട് കയറ്റി. പിന്നെ മക്കളെ തന്നെ കയറി ഇറങ്ങി കാണുകയൊക്കെ ചെയ്ത്. പിന്നെ മരുന്നിന് അവിടെ നിന്ന് ഫ്രീ ആയിട്ടൊരു മരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ OPയിൽ എവിടെ ഓഫീസ് കൊണ്ട് ഓഫീസിൻ്റെ അവിടെ ചെന്ന് സീലടിച്ചാലേ അവർ തന്നാലേ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് മരുന്ന് തരുള്ളൂ. അങ്ങനെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് 1 വയസ്സായ കുട്ടിക്കൊന്നും ഇപ്പോൾ ചികിത്സയൊന്നും ഇല്ലല്ലോ, പിന്നെ നിങ്ങളിങ്ങനെ വന്നാൽ ഞങ്ങൾ എന്തൊരു ചെയ്യുമെന്ന് ചോദിച്ച്, നിങ്ങളിനി സൂപ്രണ്ടിൻ്റെ അടുത്ത് ഒന്ന് കാല് പിടിച്ച് നോക്കാൻ പറഞ്ഞ്. അങ്ങനെ എൻ്റെ പാവപ്പെട്ടവും കൊണ്ട് സൂപ്രണ്ടിൻ്റെ തന്നിട്ട് പറഞ്ഞ് നീ ICയുടെ വെളിയിൽ കൊണ്ടുവന്ന് നീ ഓടി സൂപ്രണ്ടിൻ്റെ അടുത്ത് ചെല്ല്, സൂപ്രണ്ട് സാർ വിചാരിച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും, സീലടിച്ച് തന്നാലേ അവിടെ നിന്ന് മരുന്ന് ഫ്രീ ആയിട്ട് തരുള്ളൂന്ന് പറഞ്ഞ്. അങ്ങനെ ഇല്ലായിരുന്നു, ഒരു പൈസ ഇല്ലായിരുന്നു. അങ്ങനെ ഓടി സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഇത് ഇവിടെ അല്ലല്ലോ ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയിട്ടുണ്ട്. ഇല്ല സാറേ, അവിടെ നിന്ന് പറഞ്ഞത് ഇവിടെയാണ്, സൂപ്രണ്ട് സാറിൻ്റെ അടുത്താണ് ഒപ്പിടാൻ പറഞ്ഞത്. പൊന്നു സാറേ ഒപ്പിട്ട് തരണേന്ന് പറഞ്ഞ സാറിൻ്റെ കാലിൽ വീണു. ഞാൻ അവയും ചോദിച്ചു, എൻ്റെ കുട്ടിക്ക് മരുന്നെടുക്കാനാണ് വളരെ
സീരിയസ് ആണ് സാറേ. എനിക്ക് ഈ മരുന്ന് എനിക്ക് എടുത്തേ പറ്റുള്ളൂ. വിലയുള്ള മരുന്നാണ്, അവർ വേണമെന്ന് പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾക്ക് തെറ്റിപ്പോയായിരിക്കും. ഇല്ല സാറേ, തെറ്റിയില്ല. സാറെന്ന് അവിടെ വിളിച്ച് ചോദിച്ച് നോക്ക് സാറേ. അപ്പോൾ ഇവർ തമ്മിൽ ഒരു സാർ ഇറങ്ങി വന്നിട്ട് കഷണ്ടി സാറ് പറഞ്ഞ് അയ്യോ അതിന് പറഞ്ഞത് കറക്റ്റായിരിക്കും സാറേ, ഒരു ഒപ്പങ്ങ് ഇട്ടുകൊടുപ്പ് ആവുമല്ലേ, കൊച്ചു രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് ആ സാറിൻ്റെ നിർബന്ധത്തിൽ ഞാൻ തൊഴുത് കാലി വീണപ്പോൾ എനിക്ക് ഈ സൂപ്രണ്ടർ ഒപ്പിട്ടേന്ന്. അത് അവിടെ കൊണ്ട് പിന്നെ ഒപ്പിയിൽ കൊടുത്തപ്പോഴത്തേക്ക് അവർ തന്നില്ല. വിളിക്കാമെന്നും പറഞ്ഞ് നമ്മളെ ഇട്ട് ആ കൊച്ച് മരിക്കുന്നതിൻ്റെ അന്നാണ് ഞങ്ങൾക്ക് ഈ തുണ്ട് തരുന്നത്. വന്നിട്ട് ഞങ്ങളെടുത്ത് തുണ്ടെഴുതി തന്നിട്ട് പറഞ്ഞു ഈ മരുന്നുകളെല്ലാം വെച്ചത് എടുത്തോണ്ട് വരാൻ പറഞ്ഞ് ഞങ്ങളിതെല്ലാം എടുത്തോണ്ട് കൊടുത്തിട്ട് എൻ്റെ മോളെ എന്നിട്ട് ഈ മരുന്ന് അവർ ഇറക്കിയില്ല. ഞങ്ങളെ കൊണ്ട് വാങ്ങിച്ച് വേറെ കുട്ടിയൊക്കെ അവരത് ചെയ്ത്. എൻ്റെ കൊച്ചുമോക്ക് ഇറക്കിയില്ല ഈ മരുന്ന്. ഞങ്ങളിതില്ലാത്തവരല്ലേ സാറേ, നിവർത്തിയില്ലാത്തവരെ. പൊടിമോളെ ചികിത്സിച്ചത് തന്നെ ഇപ്പം എനിക്ക് 2 ലക്ഷം രൂപയ്ക്ക് കടാലി മേലായി. എന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ലേ ഈ കടങ്ങൾ കൊടുക്കാൻ. ഈ മരണകാരണം എന്താ അവര് പറഞ്ഞത്? കുട്ടിയുടെ ഇവിടുന്ന് പോയപ്പോ ബോധം ഉണ്ടായിരുന്നല്ലോ. ഞാൻ കൊണ്ടുപോയതാണ്. ചിരിച്ചും കളിച്ചും തലയ്ക്കും ദിവസം ഒരു പാല് കുടിച്ചു അവള്. അപ്പൊ ഞാൻ IC കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ വെളിയിറങ്ങിക്ക് സൂചി കേട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ ഇവര് അരമണിക്കൂർ 1 മണിക്കൂർ ഇവരെന്നെ വിളിച്ചു. ഞാൻ പിന്നെ കയറി ചെന്നപ്പോ എന്റെ മോൾ മയക്ക് പിന്നെ വിട്ടിട്ടില്ല. ഞാൻ ഡോക്ടർ ചോദിച്ചു എന്താണ് അത്, നമ്മള് മരുന്ന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ വിളിച്ചു മോളെ തട്ടി കണ്ട് ഡോക്ടറിനെ വിളിക്കാനൊക്കെ പിന്നെ ഇല്ല. പിന്നെ നമുക്ക് പൊതിഞ്ഞ് കൈ തന്നതാണ് സാറേ നമുക്കറിയുന്നത്. ഒന്നും അവിടുത്തെ ഒരു സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞു അവര് ഈ ഐസെറ്റി എങ്കിലും ചതിയുണ്ട്, നിങ്ങൾ വിശ്വസിച്ചോ, എൻ്റെ പേര് വെളിപ്പെടുത്തരുത്, എൻ്റെ ജോലി പോകുന്ന സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞു. അവര് വലിയ ഇവിടെ വിശ്വസിക്കരുത്, ഇവിടെ അവർ പണക്കാർക്കൊക്കെ മാത്രമേ കൂടുതലും ചെയ്യത്തുള്ളൂ, നീ എൻ്റെ പേര് വെളിപ്പെടുത്തല്ലേ ചേച്ചി എന്ന് പറഞ്ഞാൽ പേര് ഒരിക്കലും വെളിപ്പെടുത്തൂല്ല സാറേ. ആ പേര് അവരെന്നെ ഒന്ന് തട്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ വന്ന് കാറിന്ന് മെയിൻ ഡോക്ടർ ഇറങ്ങിയപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോർ, അവിടെ അകത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ഞാൻ ചെന്ന് കാലിൽ വീണ് സാരി പിടിച്ചപ്പോൾ സാരി വരെ ഉരിഞ്ഞു പോയി ആ ഡോക്ടർ. ഞാൻ കാലിൽ വീണിട്ട് പറഞ്ഞ് പൊന്ന് ഡോക്ടറെ എൻ്റെ കൊച്ചിനെ രക്ഷിക്കണേ ഡോക്ടറെ, ഞാൻ അച്ഛനില്ലാതെ വളർത്തുന്നതാണ് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ പിടിച്ചിളക്കിയിട്ട് പറഞ്ഞു അമ്മ ഞാനിതൊന്നും അറിഞ്ഞില്ല അമ്മ, ഇത്ര സീരിയസ് ഒന്നും അറിഞ്ഞില്ല അമ്മ, എങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൽ എന്നെ അറിയിച്ചില്ല അമ്മ എന്ന് മെയിൻ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ്. ഒരുപാട് ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു ഈ ഡോക്ടർ അപ്പോഴെന്നെ പിടിച്ചിളക്കി ഇരുത്തിയിട്ടാണ് പോയത്. അവരും വേറെ സാറും ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി കാലത്ത് 9 മണിയോടുകൂടി അമ്മ എന്നെ വിളിച്ചപ്പോഴാ അവര് ഞാൻ വിളിച്ചതിന് ശേഷമാണ് മരിച്ചു. എന്നെ വിളിച്ച് ഞാൻ പിന്നെ മരിച്ചതിന് ശേഷമാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്നെ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു മരിച്ചു പോയെന്ന് പറഞ്ഞായിരുന്നു. മരണകാരണം ഒന്നും പറഞ്ഞില്ല, ഇത് ലിവർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഒരു 2 ലിവറും പോയി. അത് നേരത്തെ അറിയില്ലേ? അവര് പറഞ്ഞില്ല, ഒളിച്ചു വെച്ച് കളഞ്ഞവര്. നമ്മളവിടുത്തെ ട്രീറ്റ്മെന്റിൽ ഇരിക്കല്ലേ സാറേ, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. നമ്മൾ ലിവർ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നേരത്തെ അറിയണ്ടേ? പറഞ്ഞില്ല. നിങ്ങൾ 3 ലക്ഷം രൂപ മുടക്കി അവിടെ ചികിത്സിച്ചല്ലേ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ല ലിവർ. പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ അവിടെ അപ്പുറത്ത് കൊണ്ട് ചെന്നപ്പോ ഈ ഹോൾ അടഞ്ഞെന്ന് പറഞ്ഞു സാറേ. ഹോൾ അടഞ്ഞില്ല പുള്ളക്ക്, ഇവിടെ മൊത്തം കട്ട പിടിച്ചു പോയി നെഞ്ചിന്റെ സൈഡ്. അവർ പറഞ്ഞു ഹോൾ അടഞ്ഞ് ഇനി ചെയ്യേണ്ടി വരില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മോള് വെച്ച് ഡോക്ടറെ പറ ഞങ്ങൾ ചെയ്യണമെങ്കിൽ തെണ്ടിയെങ്കിലും ചെയ്യാം, കൊച്ചാണ് നമുക്ക് എല്ലാം അടഞ്ഞ് കുഴപ്പമില്ല. ഇത്രയും അസുഖം ഉണ്ടായി പറഞ്ഞുകൂടായിരുന്ന ഞങ്ങൾ നമ്മളെ കരളെങ്കിലും പകർത്തി കൊടുക്കൂലായിരുന്ന ഞങ്ങളെ കുട്ടി പോയില്ലേ, നമുക്ക് സഹിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞില്ല ഇത്രയും അസുഖമുള്ള കുട്ടിയുടെ കാര്യം. അവരെ നമ്മളോട് പറയാറുന്ന കാര്യം എന്ത്? ഇപ്പം അവർ പറയുന്ന കരള് പോയി, അവള് ശരീരം മൊത്തത്തിൽ അവയങ്ങൾ മൊത്തം പോയെന്ന്. അവിടുത്തെ ചികിത്സയിലിരിക്കല്ലേ, അവള് ചലന ഇല്ല. അവിടെ നിന്ന് സാറേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോ ബോധത്തോടെ കൊണ്ടുപോയി സാറേ ഞാൻ പിന്നെ ഈ സൂപ്പർ ഫാസ്റ്റിലാണ് പോണത്. അപ്പോഴും എൻ്റെ കൊച്ചുമോൾ എൻ്റെ കൈ കിടന്ന് കളിച്ച് അങ്ങനെ ഓപ്പി കൊണ്ടുപോയപ്പോഴും ഞാൻ ഇവിടെ മരുന്ന് ഇങ്ങനെ അവർ എന്തെങ്കിലുമൊക്കെ കുത്തിയപ്പോഴും ചെന്നപ്പോൾ അമ്മമ്മ എന്ന് പറഞ്ഞ് ചാടി. ഞാനെടുത്ത് ഇടുപ്പി തട്ടി മോളെ അമ്മമ്മ ഇപ്പം വരാമെന്ന് പറഞ്ഞ് കയറി ഉമ്മ കൊടുത്തിട്ട് ഇപ്പം എനിക്ക് ചൂട് പാല് പിള്ളേക്ക് കൊടുക്കണമല്ലേ. ഞാൻ വെക്കം ഡോക്ടറോട് നിങ്ങൾ പാല് ഇലക്കുണ്ടല്ലോ. ഞാൻ പാല് ഇലക്കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഇവർ റൂമിലോട്ട് അങ്ങ് കയറ്റി, വേറെ റൂമിലോട്ട് അങ്ങ് കയറ്റി കൊച്ചിനെ. അപ്പം ഞാൻ ഓടി ഇടിച്ചിട്ട് കയറി ചെന്നപ്പോൾ കൊച്ചിങ്ങനെ മലന്ന് കിടക്കണം, ബോധമില്ല. ഇവരെന്തേലും സൂചിയൊക്കെ ഇടുന്നു. പിന്നെ ആ കുട്ടിക്ക് ഓർമ്മ വീണിട്ടില്ല സാറേ. എപ്പോഴും ഒപ്പിടാനാണ് പറയുന്നത്. എന്തോ എപ്പോഴും ഇവിടെ കൊണ്ട് ഒപ്പിടിക്കും സാറേ. വലിയ ഒരു സൂചി ഇടുന്നതിന് എത്ര ഒപ്പിടണം സാറേ? അവിടെ എത്ര ഒപ്പിടണം ഒരു സാജാത്? ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ ഇടപെടണം ഈ കുട്ടികളെ കാര്യത്തിൽ. ഇവര് പണമുള്ളവരെ മാത്രമേ ഇവര് സുരക്ഷിതമായിട്ട് നോക്കുന്നുള്ളൂ. ഈ തെണ്ടികളായ പിഷക്കാരായ ഞങ്ങൾ അവര് നോക്കുന്നില്ല.
അത് അവർ ചെയ്യണം. അവർ പറയും മരുന്നില്ല, അവിടെ ഒന്നുമില്ല, നിങ്ങൾ മേടിക്കണം, അവിടെ നിന്നും ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുത്തുന്ന മരുന്നാണ്. കുട്ടികൾക്ക് വേണ്ടിയല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവരെ ഇരിക്കുന്നത്. അമ്മക്ക് തരാത്തവർ പിന്നെ ആർക്ക് സാറേ തരുന്നത്? ഈ മരുന്നൊന്നും ഞങ്ങൾക്ക് തന്നില്ല. നമ്മൾ പുള്ള ജനിച്ചപ്പോഴേ ഞങ്ങൾ കാശിനാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിവൃത്തിയില്ലാത്തവരല്ലേ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ കഷ്ടതകളെക്കുറിച്ചും അവിടുത്തെ ശോച്യാവസ്ഥയെക്കുറിച്ചും പുറത്തു പറഞ്ഞ ഡോക്ടറുടെ അവസ്ഥ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഈ സർക്കാർ ആശുപത്രികൾ തുറന്നു വച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം പേര് പുറത്ത് വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഇവരോട് വന്ന് പറഞ്ഞത്, ഒരു കാരണവശാലും എൻ്റെ പേര് പുറത്ത് വിടരുത്, നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി, ഇവിടെ കാശുള്ളവർക്ക് മാത്രമേ ചികിത്സയുള്ളൂ, കാശില്ലാത്തവർക്ക് മതിയായ ചികിത്സ ലഭിക്കത്തില്ല എന്ന്. 1.25 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അത് പേര് പുറത്ത് പറയരുതെന്ന് പറഞ്ഞാണ് ഇവരോട് സംസാരിച്ചത്. അവരിപ്പോഴും ആ പേര് പുറത്ത് പറയുന്നില്ല. ഉദ്യോഗസ്ഥയുടെ പേര് നല്ല ഉണ്ടായിരിക്കും പറഞ്ഞത്, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞത്. എന്തായാലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാറി. കുറേ കാലമായി നമ്മുടെ ആരോഗ്യരംഗത്ത് ഇത്തരം വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സിസ്റ്റം ശരിയല്ല എന്നൊക്കെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് ഇത് വല്ലതും തുറന്ന് പറയുന്നവൻ്റെ മേൽക്ക് ഈ പറയുന്ന ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് അന്വേഷണം നടത്തുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നൊന്നും ജനങ്ങൾക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. ഞാൻ ഈ വാർത്ത ചെയ്യാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലേക്ക് വന്ന വൈഷ്ണവിയുടെ മുഖം എനിക്കും മറക്കാൻ കഴിയുന്നില്ല. വിസ്മയസിന് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.